ദൈവ തിരുനാമത്തിന് മഹത്വം വരുമാറാകട്ടെ. ഇപ്രകാരം നിങ്ങളോട് ദൈവത്തിൻ്റെ വചനം സംസാരിക്കുവാനായിട്ട് സ്വർഗത്തിലെ ദൈവം എനിക്ക് തന്ന അവസരത്തിനായി ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ലോകമെമ്പാടും ഇരുന്നുകൊണ്ട് ഈ വചനം ശ്രദ്ധിക്കുന്ന എല്ലാ മാന്യപ്രേക്ഷകർക്കും യേശുക്രിസ്തുവിൻ നാമത്തിലുള്ള സ്നേഹ വന്ദനങ്ങൾ പ്രാരംഭമായിട്ട് അറിയിക്കുന്നു. വിവിധ മാധ്യമങ്ങളിൽ കൂടെ ഈ മെസ്സേജ് ശ്രദ്ധിക്കുന്ന പ്രിയപ്പെട്ടവർ, നിങ്ങൾ കണ്ടിന്യൂസ് ആയിട്ട് ഈ മെസ്സേജ് കേൾക്കുന്നതിൽ ദൈവത്തെ സ്തുതിക്കുകയും നിങ്ങളോട് ഹൃദയംഗമായിട്ടുള്ള നന്ദി അറിയിക്കുകയും ചെയ്യുന്നു. നിങ്ങൾക്ക് ഏതെങ്കിലും മെസ്സേജുകൾ കാണാൻ കഴിയാതെ പോയാൽ അത് യൂട്യൂബിലൂടെ നിങ്ങൾക്ക് കാണാം. ഈ ദിവസങ്ങളിൽ ദൈവത്തിൻ്റെ ആത്മാവ് നമ്മെ ഓരോരുത്തരെയും വചനം പഠിച്ച് മുന്നേറുവാനായിട്ട് ദൈവം സഹായിക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. ദൈവവചനത്തിൽ പ്രതിപാദിച്ചിരിക്കുന്ന സിറ്റീസ് ഓഫ് റെഫ്യൂജ് അഥവാ സങ്കേത നഗരങ്ങൾ എന്നുള്ള ഒരു വിഷയമാണ് നമ്മൾ ഈ ദിവസങ്ങൾ ധ്യാനിച്ചുകൊണ്ടിരുന്നത്. അത് തുടരുവാൻ അത്രേ ആഗ്രഹിക്കുന്നത്. നമ്മൾ ആ സങ്കേത നഗരത്തിലേക്ക് ഓടിക്കയറിയവരുടെ അനുഗ്രഹങ്ങളെ സംബന്ധിച്ച് നമ്മൾ ദൈവവചനത്തിലൂടെ ചിന്തിച്ചു. ആ പട്ടണത്തിനകത്തേക്ക് കയറി വന്നാൽ അവിടെ ഒരു പുരോഹിതനുണ്ടായിരിക്കുമെന്നും ആ പുരോഹിതൻ്റെ മരണം വരെ മാത്രമേ ആളിന് അവിടെ ജീവിക്കുവാനായിട്ട് കഴിയത്തുള്ളൂ എന്ന് നമ്മൾ ചിന്തിക്കുകയുണ്ടായി. എന്നാൽ വീണ്ടും നമ്മൾ ആ ദൈവവചനത്തിലൂടെ പരിശോധിക്കുമ്പോൾ വേറെയും ചില പ്രത്യേകതകൾ നമുക്ക് കാണുവാനായിട്ട് കഴിയും. ആ സങ്കേത പട്ടണങ്ങളെ സംബന്ധിച്ചിടത്തോളം ആ പട്ടണങ്ങളിലെല്ലാം വസിക്കുന്ന ആളുകളെ ശ്രദ്ധിച്ചാൽ ഒരു വിധത്തിൽ അല്ലെങ്കിൽ വേറൊരു വിധത്തിൽ ഈ പട്ടണത്തിനകത്ത് ജീവിക്കുന്ന എല്ലാവരും ഇതുപോലെയുള്ള അനുഭവത്തിൽ കൂടെ ഓടിക്കയറിയവരാണ്. കൊലപാതകത്തിൻ്റെ കയ്യിൽ നിന്ന് അഥവാ രക്തപ്രതികാരകൻ്റെ കയ്യിൽ നിന്ന് രക്ഷപ്പെട്ട് ഓടിക്കയറിയവരാണ് ഈ സങ്കേത നഗരത്തിൽ ഉള്ളവരെല്ലാം. അങ്ങനെയാണെങ്കിൽ ഇന്നും യേശുക്രിസ്തു എന്ന സങ്കേത നഗരത്തിനകത്തേക്ക് ഓടിക്കയറിയ എല്ലാ വ്യക്തികളുടെയും അനുഭവം ഇതുതന്നെയാണ്. സാത്താൻ അവരെ ഓടിച്ചോടിച്ച് അവരുടെ ജീവിതം തകർത്ത് കളയുവാനായിട്ട് വളരെ പരിശ്രമിച്ച നാളുകളുണ്ടായിരുന്നു. എന്നാൽ ഓടി സങ്കേത നഗരമാകുന്ന യേശുക്രിസ്തുവിലേക്ക് മറഞ്ഞതാണ് നമ്മുടെയൊക്കെ ജീവിതത്തിൻ്റെ ഏറ്റവും വലിയ ധന്യത എന്ന് പറയുന്നത്. അതുകൊണ്ട് സങ്കേത നഗരത്തിനകത്തേക്ക് പ്രവേശിച്ച ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം സങ്കേത നഗരത്തിനകത്ത് മറ്റുള്ള വ്യക്തികളെ കാണുമ്പോൾ അതേ കാര്യം നമ്മുടെ ഓർമ്മയിലുണ്ടാകണം. സങ്കേത നഗരത്തിലേക്ക് ഞാൻ ഓടി വന്ന് സാത്താൻ്റെ കയ്യിൽ നിന്ന് രക്ഷപ്പെട്ടവനാണ് ഞാൻ. സങ്കേത നഗരമാകുന്ന യേശുക്രിസ്തുവിലേക്ക് ഓടി മറഞ്ഞതുകൊണ്ട് കൃപയാൽ മാത്രം രക്ഷപ്പെട്ട ഒരു പാപിയാണ് ഞാൻ എന്നുള്ള ബോധ്യം നമ്മളെ ഭരിക്കേണ്ടത് അത്യാവശ്യമാണ്. അതുകൊണ്ട് പാപം ക്ഷമിച്ചു കിട്ടിയ ദൈവത്തിൻ്റെ മഹാകരുണയാൽ രക്ഷപ്പെട്ട നാം ഓരോരുത്തരും മറ്റുള്ളവരോടും അതേ കരുണയോടെ പ്രവർത്തിക്കണം എന്ന് ദൈവത്തിന് വളരെയധികം ആഗ്രഹമുണ്ട്. നമ്മുടെയൊക്കെ ജീവിതത്തിൽ പലപ്പോഴും നമ്മൾക്ക് ലഭിച്ച കരുണകൾ, നമ്മുടെ കഴിഞ്ഞ കാലങ്ങളിലെ അനുഭവങ്ങളൊക്കെ മറന്ന് മറ്റുള്ളവരോട് കാഠിന്യത്തോടെ പെരുമാറുന്നവരാണ്. എന്നാൽ ദൈവം നമ്മളെക്കുറിച്ച് ആഗ്രഹിക്കുന്ന ഒരു കാര്യം, ദൈവം നമ്മളോട് കരുണ കാണിച്ചതുപോലെ, ദൈവം നമ്മളോട് മനസ്സലിവ് കാണിച്ചതുപോലെ ഹല്ലേലൂയ നമ്മൾ മറ്റുള്ളവരോട് കരുണ കാണിക്കുവാൻ, മനസ്സലിവ് കാണിക്കുവാൻ ദൈവം നമ്മളെക്കുറിച്ച് ആഗ്രഹിക്കുന്നു. പുതിയ നിയമത്തിൽ ആർക്കെങ്കിലും സ്വർഗം നഷ്ടപ്പെട്ടു പോകും എന്ന് നമുക്ക് പഠിക്കുവാനായിട്ട് കഴിയുന്നെങ്കിൽ ഒരു സൂചന നൽകുന്ന ഒരേ ഒരു കാര്യം നമുക്ക് പുതിയ നിയമത്തിൽ പഠിക്കുവാനായിട്ട് കഴിയുന്നത്, ഏകദേശം 50,000 വെള്ളിക്കാശ് കടപ്പെട്ടിരുന്ന ഒരു മനുഷ്യൻ്റെ അവൻ്റെ കൈച്ചീട്ട് വാങ്ങി അത് എഴുതി അവൻ തള്ളുകയുണ്ടായി. എന്നാൽ ആ രാജാവ് അങ്ങനെ ഇളച്ചു കൊടുത്തു കഴിഞ്ഞപ്പോൾ അവനിങ്ങനെ യാത്ര ചെയ്ത് അവൻ്റെ വീട്ടിലേക്ക് പോകുമ്പോൾ അവന് കേവലം ഒരു 50 വെള്ളിക്കാശോ 100 വെള്ളിക്കാശോ കൊടുക്കാനുണ്ടായിരുന്ന ഒരു ചെറിയ കട ഉണ്ടായിരുന്ന ആ മനുഷ്യനെ കണ്ടപ്പോൾ
യേശു പറയുകയുണ്ടായി, അവൻ്റെ തൊണ്ടയ്ക്ക് കുത്തിപ്പിടിച്ചു, എൻ്റെ ഈ പണം വെക്കുക എന്ന് പറഞ്ഞ് അവനോട് കരുണയില്ലാതെ പെരുമാറുന്നത് കർത്താവ് ഉപമയിലൂടെ പ്രസ്താവിക്കുകയുണ്ടായി. ഈ കാര്യം രാജാവ് അറിഞ്ഞപ്പോൾ രാജാവ് ചെയ്യുന്നത് എന്താണ്? രാജാവ് ആളയപ്പിച്ച് ഈ മുഴുവൻ പണവും ഇളച്ചു കൊടുത്ത അവനെ ഏകദേശം വലിയ 50,000 വെള്ളിക്കാശ് എന്ന് പറയുമ്പോൾ അവൻ ഒരിക്കലും ആ രാജാവിനെ വീട്ടുവാനായിട്ട് കഴിവുള്ളവനായിരുന്നില്ല. അങ്ങനെയുള്ളവനെ വീണ്ടും രാജാവ് പിടിച്ച തടവിലാക്കുകയും ഒടുക്കത്തെ കാശ് പോലും കൊടുത്തു തീരുവോളം അവനെ തടവിലാക്കുവാനായിട്ട് കൽപ്പിക്കുകയും ചെയ്യുന്നു എന്ന് നമുക്ക് വചനത്തിൽ വായിക്കാൻ കഴിയുന്നു. ഇതെന്തിനാണ് കർത്താവ് പറഞ്ഞത്? 50,000 വെള്ളിക്കാശ് ഇളച്ചു കിട്ടിയ മനുഷ്യനെ പോലെ നമ്മുടെ കഴിഞ്ഞകാല അനുഭവങ്ങളിൽ അനേകമായ പാപങ്ങളെ നമ്മളോട് ഒരു ഡിമാൻഡുമില്ലാതെ കരുണയുള്ള ദൈവം നമ്മളോട് ക്ഷമിച്ചു തരികയുണ്ടായി. നമ്മൾ ഒറ്റ കാര്യം മാത്രമേ ചെയ്തുള്ളൂ, നാഥ പാപിയായി എന്നോട് കരുണ കാണിക്കണമേ എന്ന് നിലവിളിച്ച് പ്രാർത്ഥിച്ച സന്ദർഭത്തിൽ, മകനെ നിന്റെ കടങ്ങൾ ഞാൻ മോഹിച്ചു തരുന്നു, നിന്റെ പാപങ്ങൾ ഞാൻ ഇനി ഓർക്കയില്ല, അതെല്ലാം സമുദ്രത്തിന്റെ അഗാധത്തിൽ തള്ളിക്കളഞ്ഞിരിക്കുന്നു എന്ന് പറഞ്ഞ് ആമേൻ അല്പം കൂടെ ആമേൻ ആഴത്തിൽ പറഞ്ഞാൽ അതിനി ഞാൻ ഓർക്കുക ഇല്ല എന്ന് പറഞ്ഞവനായ ദൈവം നമ്മളോട് അത്ര ശാപത്തിൽ നിന്ന്, അത്ര പാപത്തിൽ നിന്ന്, അത്ര അന്യാരാധനയുടെ ശക്തിയിൽ നിന്ന് എല്ലാം വലിച്ചെടുത്ത് നമ്മളോട് കരുണ കാണിച്ചപ്പോൾ നമ്മളും മറ്റുള്ളവരോട് കരുണ കാണിക്കുവാനായിട്ട് കടപ്പെട്ടവരാണ്. ദൈവത്തിൻ്റെ വചനത്തിൽ നമ്മൾ ഇങ്ങനെ കാണുന്നു, അവരെല്ലാവരും ഈ സങ്കര നഗരത്തിൽ ആരെല്ലാം ഓടിക്കയറിയിട്ടുണ്ടോ ആ സങ്കര നഗരത്തിനകത്ത് ജീവിക്കുന്ന സകലമായ മനുഷ്യരും, അവിടെയുള്ള ആ ഒരുപക്ഷെ ആ പട്ടണ മൂപ്പൻ ഒഴികെയുള്ള അല്ലെങ്കിൽ ആ മഹാപുരോഹിതൻ ഒഴികെയുള്ള സകല ആളുകളും ഇതേ അനുഭവത്തിൽ നിന്ന് വന്നവരാണ്. ഇതുപോലെ നമ്മളും ദൈവസഭയാകുന്ന ആമേൻ ആ പട്ടണത്തിനകത്തേക്ക് വന്നു കഴിയുമ്പോൾ നമുക്ക് ഈ ഉള്ളിൽ നമുക്ക് ആ ഒരു മനോഭാവം ഉണ്ടെങ്കിൽ, ദൈവം അനേകമായ പാവങ്ങൾ എന്നോട് ക്ഷമിച്ചു തന്നതുകൊണ്ട്, ദൈവത്തിൻ്റെ കരുണ കൊണ്ട് മാത്രം, ദൈവത്തിൻ്റെ കൃപ കൊണ്ട് മാത്രം, ദൈവത്തിൻ്റെ മനസ്സലിവ് കൊണ്ട് മാത്രം, ദൈവത്തിൻ്റെ മഹാദയ നിമിത്തം മാത്രമാണ് ഞാൻ ഈ സങ്കേത പട്ടണത്തിലായിരിക്കുന്നത്, ഞാൻ ഇന്ന് ജീവനോടെ ആയിരിക്കുന്നത് ദൈവത്തിൻ്റെ കൃപയാലാകുന്നു. പൗലോസ് കൊരിന്ത്യർക്ക് ലേഖനം എഴുതുമ്പോൾ ദൈവത്തിൻ്റെ ദാസന് വളരെ വിനയത്തോടെ ഓർമ്മിപ്പിക്കുകയാണ്, ഞാൻ ആകുന്നു എങ്കിൽ കൃപയാൽ ആകുന്നു. നമ്മുടെയൊക്കെ ജീവിതത്തിൽ ഉള്ളിൽ ദൈവസഭയിൽ ജീവിക്കുമ്പോൾ, ഈ സങ്കേത പട്ടണത്തിൻ്റെ അനുഭവത്തിൽ നമ്മൾ ജീവിക്കുമ്പോൾ നമ്മുടെ ഹൃദയത്തിൽ നീളം വരാൻ പാടില്ല. ദൈവത്തിൻ്റെ മഹാകരുണയാൽ രക്ഷപ്പെട്ട ഒരാളാണ് ഞാൻ എന്നുള്ള ബോധ്യം നമുക്കുണ്ടായിരിക്കുമ്പോൾ മറ്റുള്ള ആളുകളെയും തങ്ങളെക്കാൾ ശ്രേഷ്ഠരെന്ന് നമുക്ക് എണ്ണുവാനായിട്ട് കഴിയും. അതുകൊണ്ട് ദൈവത്തിൻ്റെ വചനം പറയുന്നത്, ഈ സങ്കര നഗരത്തിൽ ആരെല്ലാം കയറിയിട്ടുണ്ടോ അവരെല്ലാവരും ഒരേ അനുഭവത്തിൽ കൂടെ വന്നവരാണ്. അവരെ എല്ലാവരെയും രക്തപ്രതികാരകനായ ആ പ്രതികാരകൻ ഓടിച്ചോടിച്ച് ഈ സങ്കേത പട്ടണത്തിലേക്ക് കയറ്റുകയായിരുന്നു. ഒരു വിധത്തിൽ പറഞ്ഞാൽ സാത്താനായ എതിരാളി നമ്മളെ തകർത്ത് കളയാതിരുന്നതിൻ്റെ കാരണം മറ്റൊന്നുമല്ല, അത് സങ്കേത നഗരമാകുന്ന യേശുക്രിസ്തുവിൽ നമ്മൾ പ്രവേശിച്ചത് കൊണ്ടാണ് നമ്മൾ രക്ഷപ്പെട്ടത്. ദൈവസനയിൽ കിടന്നുകൊണ്ട് നമുക്ക് പറയാൻ കഴിയണം, ഹല്ലേലൂയ, കർത്താവേ കൃപയാൽ രക്ഷപ്പെട്ട ഒരു പാപിയാണ് ഞാൻ, കൃപയാൽ രക്ഷപ്പെട്ട ഒരു പാപിയാണ്. അങ്ങയുടെ മഹാകരുണ നിമിത്തം, അങ്ങയുടെ ദയ നിമിത്തം, അങ്ങയുടെ മനസ്സലിവ് നിമിത്തം, ഹല്ലേലൂയ, ആമേൻ, ആകാശം ഭൂമിക്കും ഇത് ഉയർന്നിരിക്കുന്നത് പോലെ യഹോവയുടെ ദയ തൻ്റെ ഭക്തന്മാരുടെ വലുതായിരിക്കുന്നു എന്ന് ദൈവത്തിൻ്റെ വചനം പറയുന്നു. അതുകൊണ്ട് നമുക്ക് ഈ ദിവസങ്ങളിൽ മറ്റുള്ള ആളുകളെ ആമേൻ കാണുമ്പോൾ നമ്മുടേതായിട്ടുള്ള അതേ അനുഭവത്തിൽ വന്നവരാണ് എല്ലാവരും എന്നുള്ള ഒരു കൺസിഡറേഷൻ നമ്മുടെ ഉള്ളിൽ മറ്റുള്ളവരോട് ഉണ്ടാകുവാൻ ദൈവം നമ്മളെക്കുറിച്ച് ആഗ്രഹിക്കുന്നു. അടുത്തതായിട്ട് നമുക്ക് സങ്കേത പട്ടണത്തിൽ കയറിയവരുടെ കാര്യങ്ങളെ സംബന്ധിച്ച് പഠിക്കുമ്പോൾ, ഈ സങ്കര നഗരത്തിലേക്ക് ഓടിക്കയറിയവനെ സഭ രക്ഷിക്കണം എന്ന് കാണുവാനായിട്ട് കഴിയുന്നു. സഭ അവനെ രക്ഷിക്കണം.
യോശുവയുടെ പുസ്തകം 20-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ 4-ാം വാക്യം മുതൽ താഴോട്ട് വായിക്കുമ്പോൾ, രക്തപ്രതികാരകൻ അവനെ പിന്തുടർന്ന് ചെന്നാൽ കൊല ചെയ്തവൻ മനസ്സറിയാതെയും പൂർവദോഷം കൂടാതെയും തൻ്റെ കൂട്ടുകാരനെ കൊന്നുപോകാതാകിയാൽ അവർ അവനെ അവൻ്റെ കയ്യിൽ ഏൽപ്പിക്കരുത്. അവൻ സഭയുടെ മുമ്പാകെ വിസ്താരത്തിന് നിൽക്കും വരെ, അന്ന് വരെയുള്ള പുരോഹിതന്റെ മരണം വരെ ആ പട്ടണത്തിൽ പാർക്കണം എന്ന് പറഞ്ഞിരിക്കുന്നു. നമ്മൾ ആ ഭാഗം ധ്യാനിക്കുമ്പോൾ നമുക്ക് മനസ്സിലാകും, അവിടെ ഒരു പ്രത്യേക വാക്ക് പരിശുദ്ധാത്മാവ് രേഖപ്പെടുത്തിയിരിക്കുന്നു. അത് ദൈവവചനത്തിൽ നമ്മൾ കാണുന്നു, സഭ അവനെ രക്ഷിക്കണം എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അഥവാ സങ്കര നഗരത്തിനകത്തേക്ക് ഒരുവൻ പ്രവേശിച്ചു കഴിഞ്ഞാൽ അവൻ്റെ ഉത്തരവാദിത്വമല്ല അവൻ രക്ഷപ്പെടുക എന്നുള്ളത്, പിന്നെയോ സഭ അവനെ രക്ഷിക്കണം, ആ മഹാപുരോഹിതൻ അവനെ രക്ഷിക്കണം എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ നമ്മൾ നേരത്തെ ചിന്തിക്കുകയുണ്ടായി, മഹാപുരോഹിതന്റെ മരണം വരെ മാത്രമേ അവിടെ ജീവിക്കുവാനായിട്ട് അവകാശമുള്ളൂ. എന്നാൽ നമ്മളെ സംബന്ധിച്ചിടത്തോളം യേശുക്രിസ്തു എന്ന മഹാപുരോഹിതൻ മരണമില്ലാത്തവനായി എന്ന് ജീവിക്കുന്നവനാകുന്നത് കൊണ്ട് ഇനിയും യാതൊരു വിധത്തിലും പട്ടണത്തിൻ്റെ പുറത്തേക്ക് നമുക്ക് പോകേണ്ട ആവശ്യമില്ല. എന്നാൽ നമുക്ക് സന്തോഷം തരുന്ന ഒരു വസ്തുത, സഭയും അവിടെയുള്ള പട്ടണ മൂപ്പനും കൂടെ ആ ഓടിച്ചെല്ലുന്ന ആളിനെ രക്ഷിക്കണം എന്ന് പറഞ്ഞിരിക്കുന്നതിൽ നിന്ന് പട്ടണത്തിലുള്ള ആളുകൾ ആരും തന്നെ അവനെ പുറന്തള്ളി കൊണ്ടുവന്ന് ഗേറ്റിന്റെ പുറത്തേക്ക് രക്തപ്രതികാരകന്റെ കയ്യിലേക്ക് അഥവാ കൊടുക്കരുത് എന്നുള്ള ഒരു അർത്ഥം കൂടെ അതിനകത്തുണ്ട്. അവൻ വളരെ കുറവുള്ളവനായിരിക്കാം, അവൻ വളരെ ബലഹീനനായിരിക്കാം. ദൈവസഭയിലേക്ക് ശരണത്തിനായിട്ട് ക്രിസ്തുവേശുവിലേക്ക് ഓടി വരുന്ന ഒരു ദൈവവൈതലിനെ സംബന്ധിച്ചിടത്തോളം അവന് ദൈവസന്നിധിയിൽ അവനൊരു അഭയം കൊടുക്കേണ്ട ഒരു ഉത്തരവാദിത്വം ദൈവസഭയ്ക്കുണ്ട് എന്നുള്ള കാര്യം നമ്മൾ മറന്നു പോകരുത്. പലപ്പോഴും നമ്മൾ ഇങ്ങനെയുള്ള ആളുകൾ സംഘ നഗരത്തിലേക്ക് ഓടി വന്നു കഴിയുമ്പോൾ അവരെ കുറ്റം വിധിക്കുവാനായിട്ട്, അവരെക്കുറിച്ച് അപവാദം പറയുവാനായിട്ട് ഒക്കെ പരിശ്രമിക്കുന്ന ഒരു കാലയളവിൽ ഞാനും നിങ്ങളും ജീവിക്കുമ്പോൾ ദൈവവചനം പറയുന്നു, സങ്കേത പട്ടണമാകുന്ന യേശുക്രിസ്തുവിലേക്ക് വന്ന ഒരു വ്യക്തിയെ സഭ രക്ഷിക്കണം, പുരോഹിതൻ രക്ഷിക്കണം. നമുക്കറിയാം, പുരോഹിതൻ യേശുക്രിസ്തു ആണെങ്കിൽ പുരോഹിതൻ ഒരിക്കലും ഈ പട്ടണത്തിന്റെ പുറത്തേക്ക് അവനെ കൊണ്ടുവന്ന് രക്തപ്രതികാരകന്റെ കയ്യിൽ കൊടുക്കുകയില്ല. കാരണം യേശുക്രിസ്തു ആകുന്ന ആ മഹാപുരോഹിതൻ അവൻ മനസ്സരിവുള്ള ഇങ്ങനെയുള്ള ഒരു മഹാപുരോഹിതനല്ലോ വേണ്ടത് എന്ന് പറഞ്ഞ് നിർദോഷൻ നിഷ്കളങ്കൻ പാപികളോട് വേറിട്ടവനായ മഹാപുരോഹിതൻ അവൻ ഒരിക്കലും സാത്താന്റെ കയ്യിൽ നമ്മളെ ഏൽപ്പിക്കുകയില്ല. അവൻ എന്താണ് ചെയ്യുന്നത്? സ്വർഗത്തിൽ നിരന്തരമായി രണ്ട് കാര്യങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നു. സ്വർഗത്തിൽ നടക്കുന്ന രണ്ട് കാര്യങ്ങൾ എന്താണ്? നിരന്തരമായി യാതൊരു വിഘ്നവും കൂടാതെ രാപ്പകൽ നടന്നുകൊണ്ടിരിക്കുന്ന രണ്ട് കാര്യങ്ങൾ ദൈവവചനത്തിൽ നമുക്ക് വെളിപ്പെടുത്തി തന്നിരിക്കുന്നു. നമ്മൾ വെളിപ്പാട് പുസ്തകം 12-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ അതിൻ്റെ 10-ാം വാക്യത്തിലേക്ക് വരുമ്പോൾ അവിടെ എഴുതിയിരിക്കുന്നത്, സഹോദരന്മാരെ, രാപ്പകൽ കുറ്റം ചുമത്തുന്ന അപവാദിയെ ഭൂമിയിലേക്ക് തള്ളിക്കളഞ്ഞുവല്ലോ എന്ന് വായിക്കുന്നു. അപ്പോൾ സ്വർഗത്തിൽ നിരന്തരമായി നടക്കുന്ന ഒരു കാര്യം, സഹോദരന്മാരെ കുറ്റം ചുമത്തുന്ന ഒരു അപവാദിയായ സാത്താനുണ്ട്. അവന് നിരന്തരം സഹോദരന്മാരെ ഇങ്ങനെ കുറ്റം ചുമത്തിക്കൊണ്ട് നിൽക്കുകയാണ്. നമുക്കറിയാം, ദേവാലയം വീണ്ടും പണിത് വളരെ മനോഹരമാക്കി അതിനകത്ത് ശുശ്രൂഷ ചെയ്യുവാനായി ദൈവത്തിന്റെ ദാസനായി യോശുവ നിൽക്കുമ്പോൾ അവന്റെ ശരീരത്തിൽ എവിടെയൊക്കെയോ അല്പമൊക്കെ മുഷിഞ്ഞതായിട്ട് കണ്ടുകൊണ്ട് സാത്താൻ അവന്റെ അരികിൽ വന്ന് നിൽക്കുകയാണ്. മുഷിഞ്ഞ വസ്ത്രം ധരിച്ചുകൊണ്ട് ദൈവസ്ഥനെ നിൽക്കുന്നത് ഏറ്റവും കുറ്റകരമായൊരു കാര്യമാണ്. ആ കുറ്റം ദൈവത്തോട് പറയുവാനായി അപവാദിയായ സാത്താൻ തൻ്റെ അരികിൽ വന്ന് നിൽക്കുമ്പോൾ ദൈവത്തിന്റെ ദൈവത്തിന് ദാസനായ യോശുവ മഹാപുരോഹിതനായ യോശുവ സെരുബാബേലിന്റെ ദേവാലയത്തിൽ അഥവാ പുതുതായി പണിത് കഴിപ്പിച്ച പുതുക്കി പണിതായ ദേവാലയത്തിൽ ശുശ്രൂഷ ചെയ്യുവാനായിട്ട് നിൽക്കുമ്പോൾ ആ ദൈവദാസന്റെ അരികിൽ സാത്താൻ വന്ന് നിന്നുകൊണ്ട് അവനെ കുറ്റം ചുമത്തുവാൻ നമുക്ക് സഖരിയാവിന്റെ പ്രവചനം 3-ാം അധ്യായത്തിന്റെ 1 മുതലുള്ള വാക്യങ്ങളിൽ വായിക്കാൻ കഴിയുന്നു. അരികെ നിൽക്കുന്ന സാത്താനോട് ദൈവത്തിന്റെ ദൂതൻ അവനെ
ഭത്സിക്കുകയാണ് ചെയ്യുന്നത്. അത് മാത്രമല്ല, ആമേൻ, അവന് വത്സനം കിട്ടിയെന്ന് മാത്രമല്ല, ഹല്ലേലൂയ, ഒരു ഉത്സവ വസ്ത്രം ദൈവദാസനെ അണിയിക്കുവാനായിട്ട് പറഞ്ഞു. ദൈവം എന്നിട്ട് സാത്താനോട് ഒരു കാര്യം സമ്മതിച്ചു പറയുകയാണ്, ഇവന് അവൻ തീയിൽ നിന്ന് വലിച്ചെടുക്കപ്പെട്ട ഒരു കൊള്ളിയല്ലയോ എന്ന് പറയുകയാണ്. എന്ന് പറഞ്ഞാൽ എന്താണ് ഇതിന്റെ അർത്ഥം? ഇവന് അവൻ ദൈവത്തിന്റെ ജനം വളരെ കഠിനമായ വേദനയിൽ കൂടെ, തീയിൽ കൂടെ കടന്നു പോകുമ്പോൾ അതിലൂടെ കടന്ന് പുറത്തു വന്നവനാണ് അവന്. അതുകൊണ്ട് അവനിൽ അല്പം തീയിൽ നിന്ന് ഒരു കൊള്ളി വലിച്ചെടുത്താൽ അറിയാം, അതിൽ ചില കരിക്കട്ടയൊക്കെ കാണും. എന്നാൽ അതിനെ മറയ്ക്കുന്ന ഒരു ഉത്സവ വസ്ത്രമുണ്ട് പ്രിയമുള്ളവര്. ആ ഉത്സവ വസ്ത്രം എന്താണ്? ദൈവത്തിന്റെ നീതീകരണത്തിന്റെ അങ്കി നമ്മളെ പുതപ്പിക്കുന്നത് കൊണ്ടാണ് നമ്മുടെ പാപങ്ങൾ മറയ്ക്കപ്പെടുന്നത്. ദൈവസനയിൽ നമ്മൾ വന്ന് നിൽക്കുമ്പോൾ ആരും ഭൂമിയിൽ യോഗ്യതയുള്ളവരില്ല. എന്നാൽ യേശുക്രിസ്തുവിലൂടെ നമുക്ക് ലഭ്യമായിരിക്കുന്ന ആ പുതപ്പ് നമ്മളെ അണിയിക്കുകയാണ് ദൈവം ചെയ്യുന്നത്. ക്രിസ്തുവിന്റെ നീതി നമ്മുടെ ദൈവം പുതപ്പിക്കുകയാണ് ചെയ്യുന്നത്. നമുക്കാർക്കും ദൈവത്തെ പ്രസാദിപ്പിക്കുവാനായിട്ട് കഴിയത്തില്ലായിരുന്നു. എന്നാൽ സ്വന്തം പുത്രൻ ലോകത്തിലേക്ക് വന്ന്, യേശുക്രിസ്തു ലോകത്തിലേക്ക് വന്ന് മനുഷ്യർ നിന്ന് ചെയ്യേണ്ട ആ പ്രവൃത്തികൾ ചെയ്തതിന് ശേഷം സൗജന്യമായ ആ നീതീകരണത്തിന്റെ പുതപ്പ് നമ്മളെ അണിയിക്കുകയാണ്. ദൈവത്തിന്റെ വചനം പറയുന്നു, ഹല്ലേലൂയ, അത് വിശ്വസിക്കുന്നവർക്ക് ആമേൻ അതിൻ്റെതായിട്ടുള്ള അനുഗ്രഹം ലഭ്യമാകും. ദൈവത്തിന് സ്തോത്രം. അപ്പോൾ സ്വർഗത്തിൽ നടക്കുന്ന ഒരു കാര്യം, രണ്ട് കാര്യങ്ങളുണ്ട് എന്ന് ഞാൻ പറഞ്ഞല്ലോ. ഒരു കാര്യം, സ്വർഗത്തിൽ നടക്കുന്ന ഒരു കാര്യം, നിരന്തരമായി നമ്മളെ അപവാദം പറഞ്ഞും കൊണ്ട്, കുറ്റം ചുമത്തിക്കൊണ്ട് സാത്താൻ ഒരു ഭാഗത്ത് നിൽക്കുന്നു. എന്നാൽ നമ്മളെ സന്തോഷിപ്പിക്കേണ്ട മറ്റൊരു കാര്യമുണ്ട്. ദൈവത്തിന്റെ ഹല്ലേലൂയ പുത്രൻ ദൈവത്തിന്റെ വലത്ത് ഭാഗത്ത് രാവും പകലും നിരന്തരമായി പക്ഷപാതം ചെയ്യുക. അപ്പൊ ഈ രണ്ട് കാര്യങ്ങൾ ഒരേ സമയത്ത് നടക്കുന്നു. ദൈവത്തിന്റെ വചനം പറയുന്നു, ഹല്ലേലൂയ, യൗവനം പ്രാർത്ഥിക്കണം നമുക്കറിവില്ല, ആത്മാവ് ഞാൻ ഉച്ചരിച്ചുകൂടാത്ത ഞരക്കങ്ങളാൽ നമുക്ക് വേണ്ടി പക്ഷപാതം ചെയ്യുന്നു. നമ്മുടെ അകത്ത് പരിശുദ്ധാത്മാവിരുന്നു കൊണ്ട് ഭൂമിയിൽ നമുക്ക് വേണ്ടി പക്ഷപാതം ചെയ്യുന്നു. സ്വർഗത്തിൽ ഇതാ ദൈവത്തിന്റെ വലത്തെ ഭാഗത്ത് നിന്നുകൊണ്ട് പുത്രനാകുന്ന യേശുക്രിസ്തു നിരന്തരമായി നമുക്ക് വേണ്ടി പക്ഷപാതം ചെയ്യുന്നു. നിരന്തരം നമ്മുടെ പക്ഷപാതം അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. കാരണം ഒരു വർഷം കൂടെ നിൽക്കട്ടെ എന്ന് പറഞ്ഞ് അവൻ വെട്ടിക്കളയാതെ ഹല്ലേലൂയ സംരക്ഷണ ചെയ്തത് കൊണ്ടാണ് ഈ ഒരു വർഷം കൂടെ ദൈവം നിങ്ങളെ നിലനിർത്തിയത്. തോട്ടക്കാരൻ ആകുന്ന യേശുക്രിസ്തു പക്ഷപാതം ചെയ്യുകയാണ്, പക്ഷപാതം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഓരോ സമയവും നമുക്ക് വേണ്ടി കർത്താവ് നിരന്തരമായി പക്ഷപാതം ചെയ്യുന്നു. നമ്മൾ ദൈവവചനം വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് കഴിയുന്നു, കർത്താവിൻ്റെ കൂടെ നടന്നതായ അരുമ ശിഷ്യനായ പത്രോസ് കർത്താവിൻ്റെ ആ ക്രൂശ് മരണത്തോടനുബന്ധിച്ച് ഗത്സമന തോട്ടത്തിലേക്ക് പോകുന്നതിന് മുൻപേ കർത്താവ് അവനോട് പറഞ്ഞു, പത്രോസേ പത്രോസേ, നിന്നെ ഗോതമ്പ് പോലെ പാറ്റിക്കളയുവാനായിട്ട് സാത്താൻ എന്നോട് അല്ലെങ്കിൽ അനുവാദം ചോദിച്ചതാണ്. എന്നാൽ നിന്റെ വിശ്വാസം പോകാതിരിക്കാൻ നിരന്തരമായി ഞാൻ നിനക്ക് വേണ്ടി പ്രാർത്ഥിച്ചു. യേശുക്രിസ്തു അവന് വേണ്ടി പ്രാർത്ഥിച്ചത് കൊണ്ട് സാത്താൻ അവനെ പാറ്റിക്കളയാൻ ഇടയാകാതെ വണ്ണം ദൈവം അവനെ കാത്തുകൊള്ളുകയുണ്ടായി. അഥവാ അല്പം കൂടെ കഴിയുമ്പോൾ ദൈവത്തിന്റെ കൃപയിലേക്ക് അവൻ മടങ്ങി വരുന്നത് നമുക്ക് കാണുവാനായിട്ട് കഴിയും. നമുക്കിവിടെ ശ്രദ്ധേയമായ കാര്യം, നമ്മൾ ഓരോരുത്തരും ഇങ്ങനെ ദൈവത്തിന്റെ സന്നിധിയിൽ ഹല്ലേലൂയ വളരെ കുറവുകളുള്ളവരായിരിക്കുമ്പോൾ തന്നെ നമ്മൾ മറ്റുള്ളവരെ ജഡ്ജ് ചെയ്യുവാനായിട്ട് ദൈവം നമ്മളെ ഭരമേൽപ്പിച്ചിട്ടില്ല. ദൈവത്തിന്റെ വചനം പറയുന്നു, മറ്റൊരുത്തിന്റെ ദാസനെ വിധിപ്പാൻ നീ ആര് എന്ന് ചോദിച്ചിരിക്കുകയാണ്. അതുകൊണ്ട് ഈ സങ്കര നഗരത്തിലേക്ക്, പട്ടണത്തിലേക്ക് പ്രവേശിച്ച ആളിനെ സംബന്ധിച്ചിടത്തോളം അവന് സങ്കര നഗരത്തിൽ കയറി കഴിയുമ്പോൾ സഭ അവനെ രക്ഷിക്കണമെന്ന് മാത്രമല്ല, മഹാപുരോഹിതനും കൂടെ അവനെ രക്ഷിക്കണം. ഇന്ന് സങ്കര പട്ടണമാകുന്ന ദൈവസഭയിലേക്ക് അഥവാ യേശുക്രിസ്തുവിലേക്ക് ഓടിക്കയറിയിരിക്കുന്ന ഒരു വ്യക്തിയെ നമ്മളങ്ങനെ രക്ഷിക്കാനായിട്ട് ശ്രമിക്കാറുണ്ടോ? ഗലാത്യലേഖനം 6-ാം അധ്യായത്തിന് 1-ാം വാക്യത്തിൽ വായിക്കുന്ന സഹോദരന്മാരെ,
ഒരു മനുഷ്യൻ ഒരുത്തൻ വല്ല തെറ്റിലെങ്കിലും അകപ്പെട്ടു പോയാൽ നിങ്ങൾ അവനെ സൗമ്യതയുടെ ആത്മാവിനാൽ ചേർത്തുകൊള്ളണം എന്ന് പറഞ്ഞിരിക്കുന്നു. പലപ്പോഴും ഈ സങ്കേതനഗരത്തിലേക്ക് ഓടിക്കയറിയ എല്ലാവരും ഒരുപോലെയാണ് എന്ന് ഞാൻ പറഞ്ഞു. ഇതുപോലെയുള്ള ആളുകൾ തന്നെ സങ്കേതപട്ടണത്തിന്റെ പുറത്തേക്ക് കൊണ്ടുവന്ന സാത്താന്റെ കയ്യിലേക്ക് ഏൽപ്പിച്ചു കൊടുക്കുന്ന ഒരു കാഴ്ച ദയനീയമായ ഒരു അനുഭവമല്ലേ? അതുകൊണ്ട് നമുക്ക് ചിലരെ സംരക്ഷിക്കാം, ചിലരെ പണിയാം, ചിലരെ ഉയർത്താം, ദൈവസഭയായി ചിലരെ രക്ഷിക്കാം. മഹാപുരോഹിതൻ നമ്മുടെ കൂടെ ചേർന്ന് നിൽക്കുന്നു. മഹാപുരോഹിതന്റെ കൂടെ ചേർന്ന് നിന്നുകൊണ്ട് നമുക്ക് ചിലരെ രക്ഷിക്കാം. ഈ ദിവസങ്ങളിൽ അനേകർക്ക് വേണ്ടി മധ്യസ്ഥത അണയ്ക്കാം, അനേകർക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. ദൈവമേ, വിശ്വാസത്തിൽ നിലനിർത്തണമേ. നിത്യതയുടെ തുറമുഖത്ത് അക്കരെ നാട്ടിൽ വരുന്നത് വരെ അവരെ ഓരോരുത്തരെയും സംരക്ഷിച്ചു കൊള്ളണമേ. നമ്മൾ ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നെങ്കിൽ നിശ്ചയമായും ദൈവത്തിന്റെ അനുഗ്രഹങ്ങൾ നമുക്ക് പ്രാപിച്ചെടുക്കുവാനായിട്ട് കഴിയും. തുടർന്ന് നമ്മൾ പ്രാർത്ഥന നേരത്തിലേക്ക് പോവുകയാണ്. നമുക്ക് ഐക്യബദ്ധപ്പെട്ടുകൊണ്ട് അനേകർക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. അനേകർ ഈ നാളുകളിൽ ദൈവസഭയിലുള്ള ആളുകൾ നഷ്ടപ്പെട്ടു പോകാതെ ദൈവത്തിൻ്റെ രാജ്യത്തിൽ വളർന്നു വരുവാൻ ദൈവം നമ്മെ സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കിൽ നിന്ന് വിരമിക്കുന്നു. ദൈവം നമ്മെ ധാരാളം അനുഗ്രഹിക്കട്ടെ. ഇന്നത്തെ സന്ദേശവും നിങ്ങൾക്ക് അനുഗ്രഹമായിരുന്നു എന്ന് ഞങ്ങൾ വിശ്വസിക്കുകയാണ്. നമ്മളൊരു പ്രത്യേക വിഷയത്തിനായി പ്രാർത്ഥിക്കാനായിട്ട് ഒരുങ്ങുകയാണ്. കാഴ്ചയപ്പം മേശമേൽ അടുക്കി വെച്ചിരിക്കുന്നത് പോലെ, നിരന്തരം ദൈവസന്നിധിയിൽ അത് ഇരിക്കുന്നത് പോലെ, വിളക്ക് നിരന്തരം കത്തിക്കൊണ്ടിരിക്കുന്നത് പോലെ ഈ ദിവസങ്ങളിൽ നമുക്ക് ദൈവത്തിന് വേണ്ടി, ദൈവിക ശുശ്രൂഷകൾക്ക് വേണ്ടി അവൈലബിൾ ആക്കി കൊടുക്കാം. നമ്മുടെ ജീവിതത്തെ, നമ്മുടെ എബിലിറ്റിയെ അവന് ഒരു കാര്യവുമില്ല. നമ്മുടെ കഴിവുകൾ ദൈവത്തിന് പ്രത്യേകിച്ച് ആവശ്യമില്ല. എന്നാൽ നമ്മുടെ അവൈലബിലിറ്റി ഒത്തിരി ഇമ്പോർട്ടൻ്റ് ആണ്. അതുകൊണ്ട് ഈ ദിവസങ്ങളിൽ കർത്താവിന് വേണ്ടി ഞാൻ അവൈലബിൾ ആണ് എന്ന് പറയത്തക്കവണ്ണം ആ വിധത്തിൽ നമുക്ക് നമ്മുടെ ഹൃദയത്തിലും ആഗ്രഹമുണ്ട്. എന്നാൽ പലപ്പോഴും നമ്മുടെ സാഹചര്യങ്ങൾ നമ്മളെ അതിന് അനുവദിക്കുന്നില്ല. എന്നാൽ ദൈവത്തിന് വേണ്ടി അവൈലബിൾ ആകുവാൻ, അതിനുള്ള സാഹചര്യങ്ങൾ ഒരുങ്ങിക്കിട്ടുവാൻ സ്വർഗം നമ്മളെ സഹായിക്കേണ്ടതിനായി നമുക്ക് പ്രാർത്ഥിക്കാം. അവൻ്റെ ആജ്ഞ അനുസരിക്കുന്ന വീരന്മാരായ വ്യക്തികളായി മാറുവാൻ സ്വർഗം ഈ ദിവസങ്ങളിൽ നിങ്ങളെ സഹായിക്കട്ടെ. നിങ്ങളെ തേടി വരുന്ന ഹല്ലേലൂയ ദൈവത്തിൻ്റെ ഓരോ ഓപ്പർച്യൂണിറ്റീസും മിസ് ചെയ്യാത്ത ഒരു വ്യക്തിയായി നിങ്ങൾ ആകുവാൻ ആഗ്രഹമുണ്ടെങ്കിൽ നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. നിങ്ങളുടെ മേലൊരു പ്രത്യേക നിയോഗം ഇന്ന് ഈ പ്രാർത്ഥനയുടെ നടുവിൽ വന്നിറങ്ങും. ഹല്ലേലൂയ, സ്തോത്രം. കഴിഞ്ഞ കാലങ്ങളിൽ ആഗ്രഹിച്ചിട്ട് നടക്കാത്തത് ഈ ദിവസങ്ങളിൽ നിങ്ങൾക്ക് ആജ്ഞ അനുസരിക്കുന്ന ഒരാത്മീയ അനുഭവം, അതിനായിട്ടുള്ള ഒരു തിടുക്കം നിങ്ങളുടെ ഉള്ളിൽ ദൈവം നൽകി തരും. നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. വിശ്വാസത്തോടെ നിങ്ങളായിരിക്കുന്ന സ്ഥാനത്ത് നിങ്ങളുടെ തന്നെ തലമേൽ നിങ്ങൾക്ക് കരം വയ്ക്കാൻ താല്പര്യമുണ്ടെങ്കിൽ നിങ്ങളത് ചെയ്താട്ട് നിങ്ങളുടെ മേലൊരു ശക്തമായ ഒരു നിയോഗം ഇറങ്ങി വരും. അവൈലബിലിറ്റിക്കായിട്ടുള്ള ഒരു പ്രത്യേക കൃപ ദൈവം നിങ്ങൾക്കായി ഒരുക്കി തരും. നമ്മൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുകയാണ്. പരിശുദ്ധനായ ദൈവമേ, സ്വർഗീയ പരമപിതാവേ, ഞങ്ങൾ ഒരുമിച്ച് ഐക്യമത്യപ്പെട്ടുകൊണ്ട് കർത്താവേ, ലോകമെമ്പാടും ഇരുന്ന് ഞങ്ങളെ കേട്ടുകൊണ്ടിരിക്കുന്ന, കണ്ടുകൊണ്ടിരിക്കുന്ന ഈ പ്രിയപ്പെട്ട സഹോദരങ്ങൾക്കായിട്ട് പ്രാർത്ഥിക്കുന്നു. അവർ കർത്താവിനാൽ ഉപയോഗിക്കപ്പെടണമെന്ന് വളരെ ആഗ്രഹമുള്ള ഓരോ മക്കൾക്കായിട്ട് പ്രാർത്ഥിക്കുന്നു. കർത്താവേ, നിന്റെ ആത്മാവ് അവരെ ഇന്ന് പകൽക്കാലം ഒരു പുതിയ അഭിഷേകം, പലരും കർത്താവ് ഇപ്പോൾ തലയിൽ അവരവരുടെ തലയിൽ അവരവർ കൈവച്ചുകൊണ്ടിരിക്കുന്നു. അങ്ങയുടെ വലങ്കൈ, ഉന്നതമായ വലങ്കൈ, അത്യുന്നതന്റെ വലങ്കരം ഇപ്പോൾ അവിടേക്ക് നീട്ടി വെക്കും എന്നുള്ളതിനായി സ്തോത്രം. അങ്ങയുടെ നാമത്തിൽ കർത്താവേ, അവർ അവൈലബിൾ ആയിരിക്കുവാൻ നിരന്തരം ആ മേശമേൽ അപ്പം ഇരുന്നത് പോലെ നിന്റെ മുമ്പിലിരിക്കുന്ന, നിനക്ക് അവൈലബിൾ ആകുന്ന, എപ്പോൾ വേണമെങ്കിലും നിനക്ക് എടുത്ത് ഉപയോഗിക്കാൻ കഴിയുന്ന നിലയിലേക്ക് നീ അവരെ നടത്തും എന്നുള്ളതിനായി സ്തോത്രം. എല്ലാ നാമത്തിലും മേലായ നാമത്തിൽ ഞങ്ങള് ഹല്ലേലൂയ അവരെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. താവേ, പ്രാർത്ഥന കേട്ടതിനായി സ്തോത്രം. യേശു ക്രിസ്തു മുഖാന്തരം എളിയവർ ചോദിക്കുന്ന കൃപ കേൾക്കുമാറാകണമേ. മാത്രമല്ല, ദൈവം ചിലരെ
മിനുക്കി അമ്പാക്കി തൻ്റെ പൂണിയിൽ മറയ്ക്കുന്ന ആത്മീയ അനുഭവം ഉണ്ടാകും. അവന്റെ കൈയുടെ നിഴലിൽ, അവന്റെ കയ്യെത്താവുന്ന ദൂരത്ത് ദൈവം നിങ്ങളെ ഈ ദിവസങ്ങളിൽ ആക്കി തീർക്കും. ഹല്ലേലൂയ. മിനുക്കലിനായി നമുക്ക് നമ്മളെ തന്നെ ഏൽപ്പിച്ചു കൊടുക്കാം. സ്വർഗം സഹായിക്കട്ടെ.